ആഴ്ചകൾക്ക് മുമ്പാണ് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി കേരളത്തെ കുറിച്ച് മിനി പാകിസ്ഥാൻ എന്ന് പറയണ്ടായി. കേരളം മിനി പാകിസ്ഥാനാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി അതിനെതിരെ സടകുടഞ്ഞെഴുന്നേറ്റ് പറഞ്ഞിട്ടുണ്ട്. കേരളത്തെ കുറിച്ച് മിനി പാകിസ്ഥാനാണെന്ന് അങ്ങ് മഹാരാഷ്ട്രയിലുള്ള RSSകാരനായ ഒരു മന്ത്രി പറഞ്ഞപ്പോ അതിനെതിരെ പ്രതിഷേധവുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്, എന്ത് അവകാശമാണ് നിങ്ങൾക്ക് RSSന്റെ മന്ത്രിയുടെ ഈ പരാമർശത്തിനു നേരെ ഒരു ചെറുവിരൽ ചൂണ്ടിക്കൊണ്ട് പറയാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? കാരണം എന്താണെന്നറിയോ? ആ മന്ത്രിയുടെ റഫറൻസ് എന്ന് പറയുന്നത് വിജയരാഘവന്റെ വയനാട് നടന്ന പ്രസംഗമായിരുന്നു. വിജയരാഘവൻ വയനാട് വെച്ച് നടത്തിയ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ മുസ്ലിം മെജോറിറ്റി വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുകയാണ് എന്ന സ്വഭാവത്തിൽ വിജയരാഘവൻ നടത്തിയ ആ പരാമർശത്തെ ചുവട് പിടിച്ചുകൊണ്ട് അതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അതിനെ കോട്ട് ചെയ്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ മന്ത്രി പറയാണ് കേരളം ഒരു മിനി പാകിസ്ഥാനായി മാറാൻ പോവാണ്. യഥാർത്ഥത്തിൽ ആ പരാമർശത്തിനെതിരെ എന്തെങ്കിലും വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ ഒന്നാമതായി CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുവാൻ CPMന് ധൈര്യമുണ്ടോ? എന്നിട്ടായിരുന്നു നിങ്ങൾ അതിന് മറുപടി പറയേണ്ടിയിരുന്നത്. കാരണം ആ മന്ത്രിയുടെ റഫറൻസ് വിജയരാഘവൻ എന്ന് പറയുന്ന നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഇതല്ലേ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, കഴിഞ്ഞ മലപ്പുറം ജില്ലാ സമ്മേളനം CPMന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം എന്നാണ് താനൂർ വെച്ചുകൊണ്ടാ. ആ താനൂരിലെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ആ സമ്മേളനത്തിൽ ഒരു പുസ്തകം, ഒരു സ്മരണിക പ്രകാശനം ചെയ്തിരുന്നു. സമ്മേളനത്തിന്റെ സ്മരണികയായി ഒരു പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു. ആ പുസ്തകത്തില് CPMന്റെ തലമുതിർന്ന മുസ്ലിം നേതാവ് കൂടിയായ പാലോളി മുഹമ്മദ് കുട്ടി സാഹിബിന്റെ ഒരു ലേഖനമുണ്ട്. പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞാല് പ്രായമായി വാർദ്ധക്യത്തിന്റെ എല്ലാ അവശതകളും അനുഭവിച്ച് അദ്ദേഹം വിശ്രമത്തിലാണ്. ആ വിശ്രമത്തിലിരിക്കുന്ന മനുഷ്യനെ വെറുതെ ആവശ്യമില്ലാതെ വലിച്ചിഴച്ചുകൊണ്ട് വിവാദമുണ്ടാക്കുകയാണ് ബോധപൂർവം. കാരണം ഒരു മുസ്ലിം നേതാവിനെ മുന്നിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ഈ പറയുന്ന സ്വഭാവത്തിലുള്ള ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നുണ്ട്. ആ ലേഖനത്തിൽ പറയുന്നത്, ഇവിടെ ഇന്ത്യ രാജ്യത്ത് പാകിസ്ഥാന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ച പ്രദേശം എന്ന് പറയുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ സീതി സാഹിബിന്റെ നേതൃത്വത്തിൽ അന്ന് മുസ്ലിം ലീഗ് നടത്തിയ വലിയ തോതിലുള്ള പ്രചരണം പാകിസ്ഥാന് വേണ്ടിയുള്ള വാദമായിരുന്നു എന്ന് പറയുന്നത് ആരാണ്? CPMന്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ സ്മരണികയായി അറക്കുന്ന പുസ്തകത്തിൽ വളരെ പരസ്യമായി എഴുതി വെക്കുമ്പോ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയന് മഹാരാഷ്ട്രയിലെ മന്ത്രി കേരളം മിനി പാകിസ്ഥാനാണെന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ എന്ത് അധികാരമുള്ളത്? ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. PC ജോർജ് പറഞ്ഞ ഒരാളുണ്ടല്ലോ ഇവിടെ. PC ജോർജ് എന്ന് പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അങ്ങേറ്റത്തെ അവിവേക രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്ന് വളരെ കൃത്യമായി പറയാൻ പറ്റുന്ന വ്യക്തി. അദ്ദേഹം ജനം TVയിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാവരും വർഗീയവാദികളാണ്, ഭീകരവാദികളാണ്, ഹറാംകരന്മാരാണ്. അതുകൊണ്ട് എല്ലാവരും പാകിസ്ഥാനിൽ പോകണം. പരസ്യമായിട്ട് പറയാം, എല്ലാവരും പാകിസ്ഥാനിൽ പോകണം. PC ജോർജിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ വെൽഫെയർ പാർട്ടി കേസ് കൊടുത്തിട്ടുണ്ട്, മുസ്ലിം ലീഗുകാർ കേസ് കൊടുത്തിട്ടുണ്ട്, സോളിഡാരിറ്റി കേസ് കൊടുത്തിട്ടുണ്ട്, പലരും കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ കേസ് പോലും അത് കേസായി ഏറ്റെടുത്തുകൊണ്ട് FIR ഇട്ടുകൊണ്ട് PC ജോർജിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് ഇന്നേ വരെ തയ്യാറാകാതെ ഈ മിനി പാകിസ്ഥാൻ പരാമർശത്തിന് നേരെ നിങ്ങൾ എന്ത് ശബ്ദമാണ് ഉയർത്തുക? കേരളത്തിലുള്ള മുഴുവൻ, ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും പാകിസ്ഥാനിൽ പോകണമെന്ന് പരസ്യമായി കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് പറയുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ ഉയർത്തിക്കൊണ്ട് ശബ്ദിക്കുവാൻ തയ്യാറാവാത്ത ഒരു ഭരണകൂടം ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളം എങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഞാൻ പറയുന്നത്, ഈ സ്വഭാവത്തിൽ നിരന്തരമായി ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ കുതിര
കയറിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടുകുറിയാക്കിക്കൊണ്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുകയും അതിലൂടെ രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുകയും ചെയ്യുക. അത് എത്രത്തോളം ഇവിടെ ഉപയോഗപ്പെടുത്തുകൊണ്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത അങ്കമാലിയില് അല്ലെ, അങ്കമാലി അതിരൂപതയില് വൈദികന്മാർ രണ്ട് വിഭാഗമായി ചേരിതിരിഞ്ഞു. ആ ചേരിതിരിഞ്ഞ വൈദികന്മാര് പിന്നെ കുർബാന ഏതു സ്വഭാവത്തിലാണ് നടത്തേണ്ടത് എന്ന വിഷയത്തിൽ തർക്കമുണ്ടായപ്പോ ആ തർക്കത്തിന്റെ പിന്നിൽ ആരാ? ജമാഅത്തെ ഇസ്ലാമി. അങ്കമാലിയിലെ വൈദികന്മാർക്കിടയിലുണ്ടായ പ്രശ്നത്തിന്റെ പിന്നിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് കാസക്കാർക്ക് പറയുവാൻ മരുന്നിട്ട് കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലാതെ വേറെ ആരാ? നെയ്യാറ്റിൻകര ഗോപന് ആ പാവം മനുഷ്യൻ മരിച്ചുപോയി. അയാളെ സമാധിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദമുണ്ടായപ്പോ അയാളുടെ മക്കളും കുടുംബക്കാരും ഒന്ന് ചാർത്താട്ടസിച്ചുകൊണ്ട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ്. എല്ലാവർക്കും കൊട്ടാൻ പറ്റുന്ന ചെണ്ടയായി ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം സമുദായം മാറിക്കഴിഞ്ഞു. ആരാണ് മാറ്റിയത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഞാൻ പറയുന്നു RSSനേക്കാൾ BJPയേക്കാൾ ആ ഉത്തരവാദിത്വം എന്ന് കേരളത്തിൽ വളരെ മനോഹരമായി RSSന്റെയും BJPയുടെയും എല്ലാ പണിയും സ്വയം ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുന്ന ഒരു വിഭാഗമായി കേരളത്തിലെ CPM ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി മാറ്റുന്നു. ഒരു മതരാഷ്ട്രവാദികളാണെന്ന ജമാഅത്തെ ഇസ്ലാമിക്കാര് മതരാഷ്ട്രവാദികളാണ്. അതത് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മിണ്ടാൻ പറ്റൂല എന്നാ. മതരാഷ്ട്രവാദികൾ എന്ന പേറ്റന്റ് ഒരു വിഭാഗത്തിന് മേൽ ചാർത്തി കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അവര് ഒന്നും മിണ്ടാതെ മാളത്തിൽ ഒളിച്ചിരിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയമുണ്ട്, ഒരു സംശയമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയമുണ്ട്. ഈ രാജ്യത്തേക്ക് 1941 അബുല്ലാല മൗദൂദി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം രൂപീകരിക്കുമ്പോ അതിനുശേഷം 1948 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി പുനഃസംഘടിപ്പിക്കുമ്പോ ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളടക്കത്തിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമി പുതുതായി കണ്ടെത്തിയ ഒരു ഗവേഷണത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു സംഘടന, മറിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നുള്ളത് കൊണ്ടാണ്. ഇസ്ലാമിനകത്ത് രാഷ്ട്രീയമുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനാനുഷ്ഠാനങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന, പള്ളികളിലും ആരാധനാ കേന്ദ്രങ്ങളിലും മാത്രം ചുരുങ്ങുന്ന ഒരു കേവല മതത്തിന്റെ പേരല്ല. മറിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന, അതിനകത്ത് ആരാധനയുണ്ട്, അതിനകത്ത് പ്രാർത്ഥനയുണ്ട്, അതിനകത്ത് സാമ്പത്തിക ഇടപാടുകളുണ്ട്, അതിനകത്ത് സാമൂഹ്യ പ്രവർത്തനമുണ്ട്, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് സദാചാരമുണ്ട്, അതിനകത്ത് ധാർമ്മികതയുണ്ട്, അതിനകത്ത് സംസ്കാരമുണ്ട്, അതിനകത്ത് നാഗരികതയുണ്ട്, അതിനകത്ത് വിദ്യാഭ്യാസമുണ്ട്, അതിനകത്ത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം അതിനകത്തുണ്ട്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ആ ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത്. ആ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. പക്ഷെ നിങ്ങൾ മതരാഷ്ട്രവാദം എന്ന് പറയുമ്പോ ആ പ്രയോഗം യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി ഉപയോഗിക്കുന്നതാണെന്ന് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. മതരാഷ്ട്രവാദം എന്ന് നിങ്ങൾ പറയുമ്പോ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരോപിക്കുന്ന മതരാഷ്ട്രവാദമല്ല യഥാർത്ഥത്തിൽ. ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനും പറയാതിരിക്കാനും അല്ലെങ്കിൽ ഒളിച്ചു വെക്കാനും ഒന്നും ഇവിടെ ഇല്ല. കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ജമാഅത്തെ ഇസ്ലാമി ഓട് പൊളിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലയിൽ മുണ്ടിട്ട് കടന്നു വന്ന ഒരു പ്രസ്ഥാനമല്ല. അത് നമ്മുടെ പ്രസ്താവനയല്ല, കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഒരു സമയത്ത് നിയമസഭയിൽ പറഞ്ഞതാ. ജമാഅത്തെ ഇസ്ലാമിക്കാര് മുണ്ടിട്ട് കടന്നു വന്ന ഒരു വിഭാഗമല്ല. ഈ രാജ്യത്ത് വളരെ സുതാര്യമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഒളിപ്പിച്ചു വെച്ച പാർട്ടി ഓഫീസിന്റെ വെലിപ്പിരികൾ മാത്രം സൂക്ഷിച്ചു വെക്കുന്ന ഭരണഘടനയല്ല. മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന മാർക്കറ്റിൽ പബ്ലിക്കായി വിൽപ്പന നടത്തുന്ന ഒരു പുസ്തകമാണ്. IPHന്റെ ബുക്ക് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ 50 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് വാങ്ങി വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന. ഇനി വാങ്ങാൻ പൈസ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സൈറ്റിൽ പോയാൽ ഫ്രീ ആയിട്ട് വായിക്കാം. 5 പൈസ കൊടുക്കണ്ട, ആർക്കും വായിക്കാം.
ആ ഭരണഘടന അവൈലബിൾ ആണ്. ആ ഭരണഘടനയിൽ ഒളിപ്പിച്ചു വെക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒന്നുമില്ല. വളരെ സുതാര്യമായി ഈ രാജ്യത്തോടൊപ്പം നിരന്തരമായി സഞ്ചരിച്ച് ഈ രാജ്യത്തിന്റെ ഓരോ പ്രശ്നങ്ങളിലും വളരെ സാന്ദർഭികമായി ഇടപെട്ടുകൊണ്ട് രാജ്യം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വളരെ കൃത്യതയുള്ള നീതിപൂർവമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ കൂടെ നിരന്തരമായി സഞ്ചരിച്ച പാരമ്പര്യമല്ലാതെ ജമാഅത്തെ ഇസ്ലാമിക്ക് 51 വിട്ടുകൊണ്ട് സ്വന്തം കൂടപ്പിറപ്പുകളെ തന്നെ ഈ ഭൂമി ലോകത്ത് നിന്ന് എന്നേക്കുമായി പറഞ്ഞയച്ചുകൊണ്ട് ആ പറഞ്ഞയച്ചവർ സഞ്ചരിച്ച വാഹനത്തിന്റെ പിറകിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച പാരമ്പര്യം ഉള്ള പാർട്ടിയല്ല ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘമല്ല ഇത്. മറിച്ച് ഇത് സുതാര്യമായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമ്മേളനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന മഹാത്മജി പങ്കെടുത്തു. പാറ്റ്നയിൽ, ബീഹാറിന്റെ തലസ്ഥാന നഗരിയായ പാറ്റ്നയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പങ്കെടുത്തു. ആ പങ്കെടുത്ത സമ്മേളനത്തിൽ അദ്ദേഹത്തെ കുറിച്ച് വലിയ വിമർശനങ്ങൾ പലരും ഉന്നയിച്ചു. നിങ്ങൾ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര സമ്മേളനത്തിൽ പോകുന്നത്? അവരെ ഒരു മുസ്ലിം സംഘടനയല്ലേ, രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മുസ്ലിം സമുദായത്തിലുള്ള പാർട്ടിയാണ് അവർ. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അവരുടെ കൂടെ പോകുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പിറ്റേ ദിവസം ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാൻ വേണ്ടി ഒരു പത്രക്കുറിപ്പ് കൊടുത്തു. ആ പത്രക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു, ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനം, അഥവാ ഒരുപറ്റം സാധുക്കളുടെ സമ്മേളനം. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഭിക്ഷയാചിക്കുന്ന സാധുക്കളല്ല, മറിച്ച് ഈ രാജ്യത്ത് നീതിക്കും ധർമ്മത്തിനും മൂല്യങ്ങൾക്കും വേണ്ടി നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. അവരുടെ സമ്മേളനത്തിൽ ഇനിയും എന്നെ ക്ഷണിച്ചാൽ ആ സമ്മേളനത്തിൽ കാൽനടയായിട്ടാണ് പോകേണ്ടതെങ്കിൽ കാൽനടയായിക്കൊണ്ട് ആ സമ്മേളനത്തിൽ ഞാൻ ഇനിയും പങ്കെടുക്കുമെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ AKG സെന്ററിന്റെ സർട്ടിഫിക്കറ്റ് ആഗ്രഹിച്ചുകൊണ്ട് AKG സെന്ററിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷിന്റെയും സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ പേരല്ല ജമാഅത്തെ ഇസ്ലാമി. മറിച്ച് വളരെ സുതാര്യമായി ഈ രാജ്യത്ത് വളരെ കൃത്യമായ ആശയതലത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാര് ജനാധിപത്യത്തിനെതിരാണ്, അവര് പിന്നെ രാജ്യത്തിന്റെ മതേതര സങ്കല്പങ്ങൾക്കെതിരാണ്, അവര് ദേശീയതയുടെ കൂടെ നിൽക്കുന്നവരല്ല എന്നൊക്കെയാണ് ആരോപണം. സയ്യിദ് മൗദൂദി പിന്നെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ദേശീയതയും ഒക്കെ വിശകലന വിധേയമാക്കിയിട്ടുണ്ട്, സംശയമല്ല. അത് സയ്യിദ് മൗദൂദി മാത്രം ചെയ്ത പണിയൊന്നുമല്ല. ഈ രാജ്യത്ത് എല്ലാവരും, ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ അതിനെ പല സ്വഭാവത്തിൽ വിശകലന വിധേയമാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, അദ്ദേഹത്തിന്റെ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പ്രസിദ്ധമായ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം ഒരു മച്ചിയാണ്. ആരാ പറഞ്ഞത്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞതാ. ഇന്ത്യയുടെ പാർലമെന്റ്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് ഒരു മച്ചിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിന്റെ മുകളിൽ അതിന് പുതുതായിട്ടൊന്നും പ്രസവിക്കാൻ സാധിക്കാത്ത, പുതുതായിട്ടൊന്നിനെയും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സംവിധാനത്തിന്റെ പേരാണത്. അതിന്റെ മുകളിൽ കയറി കിടക്കുന്നവൻ ആരാണോ അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതൊരു വേശ്യയാണ് എന്ന് ജനാധിപത്യത്തെ നിരൂപണം ചെയ്താരാ? ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മജിയാണ്. എന്ന് പറഞ്ഞാൽ അതിന് ചില ലൂപ്പ് ഹോളുകളുണ്ട്. ആ ലൂപ്പ് ഹോളുകളെ വിശകലന വിധേയമാക്കുക എന്നതല്ലാതെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരായി ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്തും നിന്നിട്ടില്ല. മറിച്ച് അതിന്റെ വിമർശനാത്മകമായ തലങ്ങളെ പലരും കൈകാര്യം ചെയ്തതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് സയ്യിദ് മൗദൂദിയും വിശകലനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ, അദ്ദേഹം ദേശീയതയെ കുറിച്ച് എന്താ പറയുന്നത്? ദേശീയ ഗാനം എഴുതിയ അദ്ദേഹം ഇന്ത്യയുടെ നാഷണലിസം എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ച് പറയുന്നത്, നാഷണലിസം ഈസ് ദ ഗ്രേറ്റ് മെനസ് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ. മെനസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പലരും വിശകലനം ചെയ്തിട്ടുണ്ട്. ആ വിശകലനങ്ങൾക്കപ്പുറം ജമാഅത്തെ ഇസ്ലാമി ദേശീയതയുടെയും ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും അകത്തു നിന്നുകൊണ്ട് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്ത് വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വളരെ സുതാര്യമാണ്.
ജമാഅത്തെ ഇസ്ലാമിക്കാർ സാർവദേശീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലോകത്തുള്ള പല ഭീകരവാദ മുസ്ലിം സംഘടനകളുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് തീവ്രവാദികളാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കോഴിക്കോട് ജയരാജന്റെ പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം 45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗം മുഴുവനും ജമാഅത്തെ ഇസ്ലാമിക്കെതിരാ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3000 അംഗങ്ങൾ മാത്രമുള്ള ഈ ചെറിയ ഒരു പാർട്ടിയെ കുറിച്ച് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിച്ച് ബേജാറാവുന്നത്? എന്തിനാണ് നിങ്ങൾ ഇത്രമാത്രം വലിയ പരാമർശങ്ങൾ നടത്തുന്നത്? ജമാഅത്തെ ഇസ്ലാമി സാർവദേശീയ പ്രസ്ഥാനമാണ് എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. സാർവദേശീയ പ്രസ്ഥാനം എന്ന് ഏറ്റവും ശക്തമായി കേരളത്തിൽ പറയാൻ പറ്റുന്ന ഒന്നാമത്തെ പാർട്ടി ആരാ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? കാൾ മാർക്സ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നോ? ലെനിന്റെ ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണാം. ആരാണ് ലെനിൻ? എറണാകുളം ജില്ലയുടെ പാർട്ടി ഓഫീസിന്റെ പേര് ലെനിൻ സെന്റർ എന്ന. ആരാ ലെനിൻ? എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നില്ലല്ലോ. ആരായിരുന്നു ലെനിൻ? അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് സാർവദേശീയ നേതാക്കളുടെ ഫോട്ടോകൾ കൊണ്ട് സമ്പന്നമായ പാർട്ടി ഓഫീസ് ഈ മന്നത്തും പറവൂരും പോലും നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം സാർവദേശീയത എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി അവകാശപ്പെടാൻ പറ്റുന്ന പാർട്ടിയുടെ പേര് CPM ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ചരിത്രം വെറുതെ ചകഞ്ഞ് ഞങ്ങളെ കൊണ്ട് പുറത്തുടിപ്പിക്കരുത്. കാരണം അത് നിങ്ങൾക്കാണ് നാറ്റമുണ്ടാക്കുക. 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രമല്ലേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രമാണ് കമ്മ്യൂണിസത്തിന് ലോകത്തുള്ളത്. ആ 1.5 നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി ഈ ലോകത്ത് കൊന്നുതള്ളിയ ജനങ്ങളുടെ എണ്ണം എത്രയെന്നറിയോ? 9.5 കോടി ജനങ്ങളാണ് ഏറ്റവും ചുരുങ്ങിയത്. 9.5 കോടി ജനങ്ങളെ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി കൊന്നുതള്ളിയ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന റഷ്യയിലെ ഏകാധിപതിയായ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി റഷ്യയിലെ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി കൊന്നത് 4.5 കോടി ജനങ്ങളെയാണ്. കേരളത്തിലുള്ള മൊത്തം ജനസംഖ്യയുടെ ഇതിനേക്കാൾ ഇരട്ടി ആളുകളെ കൊന്നത് എന്തിനു വേണ്ടിയാ? റഷ്യയിൽ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി. കമ്മ്യൂണിസ്റ്റ് നടപ്പിലാക്കാൻ അത്രയും ആളുകൾ ആ നാട്ടിൽ അധികമാണ്, അതുകൊണ്ട് അവരെ കൊല്ലുക എന്ന് ആലോചിച്ച് നോക്കിയേ. പോൾപോട്ട് എന്ന് പറയുന്ന കംബോഡിയയിലെ ഏകാധിപതിയായ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി കംബോഡിയയിലെ 1/4 ജനങ്ങളെ കൊന്നു. ആ രാജ്യത്തുള്ള ജനസംഖ്യയുടെ 1/4 ജനങ്ങളെയും കൊന്നു എന്ന് പറഞ്ഞാൽ 80 ലക്ഷത്തിലധികം വരുന്ന ആളുകളെയാണ് കംബോഡിയയിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊന്നത്. എന്തിന്റെ പേരിൽ? കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി. നിങ്ങൾ കംബോഡിയയിലെ ജനസോയുടെ നടപ്പിലാക്കിയ ആ പ്രദേശം പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു മരക്കുറ്റി കാണാൻ കഴിയും. എന്തിനാ മരക്കുറ്റി എന്നറിയോ? ആ മരക്കുറ്റിയിൽ അടിച്ചുകൊണ്ടാണ് ചെറിയ കുഞ്ഞുങ്ങളെ 2 കാലും പിടിച്ച് തലയടിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുക, കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ഇവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് തീവ്രവാദം പറയുന്നത്. ചൈനയില് മാവോ സേതൂങ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായ ഭരണാധികാരി കൊന്ന ആളുകളുടെ എണ്ണം എത്രയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും പറയാൻ പറ്റൂല. കാരണം അത്രമാത്രം ഉണ്ട്. ഇങ്ങനെ നിരപരാധികളായ മനുഷ്യരെ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കി കമ്മ്യൂണിസം നടപ്പിലാക്കിയ സാർവദേശീയ പാരമ്പര്യമുള്ള ഈ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് സാർവദേശീയ പ്രസ്ഥാനമാണ് എന്ന ആരോപണം ഉന്നയിച്ച് തീവ്രവാദത്തിന്റെ പേറ്റന്റ് ചാർത്തിക്കൊടുക്കുവാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.